പ്രിയപ്പെട്ടവരെ നമസ്കാരം. ദ റിയൽ ടോക്ക് അറ്റ് വിനീത് വിജയനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പുതിയ സർക്കാർ ഭരണത്തിൽ കയറിയിരിക്കുകയാണ്. ഓരോ ഘടകകക്ഷികൾക്കും സീറ്റ് വിഭജനം നടന്നു, മന്ത്രിസ്ഥാനം നൽകി. ഇപ്പോൾ വകുപ്പിൻ്റെ പേരിലെ അസ്വാരസ്യങ്ങൾ പുറത്തു വരികയാണ്. എന്തിൻ്റെ പേരിലാണ് ഓരോ ഘടകകക്ഷികളും വകുപ്പിൻ്റെ പേരിൽ പിടിവലി കൂടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ കോൺഗ്രസ് UDF അധികാരത്തിലെത്തുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവ വികാസമാണ് NSSൻ്റെയും SNDPയുടെയും മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും കത്തോലിക്കയുടെയും ലത്തീൻ കത്തോലിക്കയുടെയും അതിരൂപതയുടെയൊക്കെ ബിഷപ്പുമാരുടെയൊക്കെ ചില പ്രസ്താവനകൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഒന്നേ ഉള്ളൂ, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് മതനിരപേക്ഷത പുലർത്തുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പോൾ അവർ ഈ സീറ്റ് വിഭജനമൊക്കെ നടത്തുന്നതും മന്ത്രിസ്ഥാനത്തേക്ക് ആൾക്കാരെ എടുക്കുന്നതുമൊക്കെ മതാടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ജാതി അടിസ്ഥാനത്തിലാണ്. തികച്ചും കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം കാണാത്ത, അല്ലെങ്കിൽ 2011, 2016 വരെ കേരളം കണ്ടിരുന്ന ഒരു സംഭവവികാസമാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത്. വകുപ്പുകളുടെ കാര്യത്തിൽ പിടിവലിയാണ്. ഞാൻ ഇവന്മാരോടൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം, ഒരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൽ നീയൊക്കെ എവിടെ പോയാലും നിൻ്റെ മുന്നിലും പിന്നിലും പൈലറ്റ് വാഹനവും എസ്കോട്ട് വാഹനവും ഒക്കെ കാണും. 10 പേര് നിന്നെയൊക്കെ കാണുമ്പോൾ ബഹുമാനിക്കും. ഏത് വകുപ്പായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനാണ് നിങ്ങളെ ഇവിടെ നിന്ന് ജയിപ്പിച്ചൊരു നിയമസഭാ സാമാജികനായി അയക്കുന്നതും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വകുപ്പിൻ്റെ പേരിലുള്ള പിടിവലി എന്ന് പറയുന്നത്, നല്ല നല്ല വകുപ്പുകൾ കിട്ടിയാൽ നിന്നോടൊപ്പം നിൽക്കുന്നവരും നിൻ്റെ വാലുപറ്റി നടക്കുന്നവന്മാർക്കും നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവർക്കെല്ലാം കൈയിട്ട് വാരാൻ പറ്റുന്ന വകുപ്പുകൾ വേണമെന്നുള്ള പിടിവാശിയാണ്. ഇനി അടുത്ത അടി നടക്കാൻ പോകുന്നത് കോർപ്പറേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കോർപ്പറേഷൻ ചെയർമാൻമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നടക്കാൻ പോകുന്നത്. സത്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഖജനാവ് കൊള്ളയടിക്കാൻ, ജനങ്ങളുടെ പണം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നീയെല്ലാം പൊതുപ്രവർത്തനം നടത്തുന്നതെന്ന് ഈ ഒരു യാഥാർത്ഥ്യപരമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ജനങ്ങളെ അങ്ങ് ഉയർത്തിയെടുത്ത് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടല്ല. ഇത് പൊതുജനം മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യേണ്ടത്.